അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? കാരണം വിമർശനമല്ല, അത് ഉത്തരവിനെ നിരാകരിക്കുന്നതിന് തുല്യമാണ്, നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. പണം തരണമെന്ന റിക്വസ്റ്റ് ഒരു ഓർഡർ അല്ല. ഞാൻ ആ സെക്ഷൻ കൃത്യമായി വായിച്ചു നോക്കി. ആളുകൾ സംഭാവന സ്വമേനസ തരണം എന്നുള്ളത് ഒരു ഓർഡർ അല്ല. അതൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഒരു ഓർഡർ ഇറക്കുകയാണ്. ആരും എന്താ പറയാ, ഇത്രാം തീയതി മുതൽ ഇപ്പോ പുഞ്ചിരിമേട്ടിലേക്ക് മുറ്റത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർ എന്താ പറയാ കിണറ്റിൽ നിന്ന് മോട്ടർ അടിച്ച് വെള്ളം എടുക്കരുത്, അതല്ലെങ്കിൽ അവിടെ വലിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. ഇപ്പോ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് അവിടെ ഇറക്കിയെന്ന് കൂട്ടുക, അല്ലെങ്കിൽ ആ പോകുന്ന വഴിക്ക് ഇന്ന സംഗതികൾ ചെയ്യാൻ പാടില്ല. ഒരു പരിസ്ഥിതി ലോല മേഖല ആയതുകൊണ്ട് ചില ഉത്തരവുകൾ ഇറക്കാം. അതല്ല, ഇപ്പൊ വെള്ളം കയറുന്ന കേരളത്തിൽ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ചില ഉത്തരവ് കർശനമായ നിരോധിച്ചുകൊണ്ട് ഇറക്കാം. ഇത് ആ ഉത്തരവല്ല, അതിൽപ്പെട്ട ഉത്തരവല്ല. അങ്ങനത്തെ ഉത്തരവുകൾ പാലിക്കാതിരിക്കുമ്പോൾ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു റിക്വസ്റ്റ് ആണ്. അതായത് സർക്കാരിന് പണം പിരിക്കാനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ സ്വമനസയാ പൈസ തരണം എന്ന് പറയുന്ന റിക്വസ്റ്റ് ഒരു ഓർഡർ അല്ല. അത് ഓർഡർ എന്ന വാക്കല്ല, അതിൽ പെടൂല. ഇത് സ്വമനസ പണം തരണം, അങ്ങനെ ഒരു റിക്വസ്റ്റ് ഗവൺമെന്റ് പൊതുസമൂഹത്തിൽ വെക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിലെ സർക്കാരിന്റെ ഫണ്ട് വിനിയോഗത്തിലെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ആരെങ്കിലും അതിനെ ജനാധിപത്യപരമായി വിമർശിച്ചാൽ അത് ഒരു തരത്തിലും നമ്മുടെ രാജ്യത്ത് കേസാക്കാൻ പറ്റില്ല. പിന്നെ പോലീസുകാർക്ക് കേസൊക്കെ എടുക്കുക, കോടതി പോയാൽ തള്ളിപ്പോകുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ രാജ്യത്ത് അപാരമായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. അപാരമായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. 75 മുതൽ 77 വരെ ഇന്ദിരാഗാന്ധി അത് നിർത്തലാക്കാൻ ചില അഭ്യാസങ്ങളൊക്കെ കളിച്ച് നാണം കെട്ട് അവസാനം അറിയാലോ എന്താ ഉണ്ടായതെന്ന്. അപ്പൊ അതൊക്കെ ഈ രാജ്യത്ത് നടക്കാത്ത കാര്യമാണ്. ജനാധിപത്യപരമായ രീതിയിൽ ആരെയും ഇന്ത്യയിൽ വിമർശിക്കാം. അതുകൊണ്ടാണ് PM കെയർ ഫണ്ട്, പ്രധാനമന്ത്രി കോവിഡ് കാലത്ത് ഇറക്കിയ കെയർ ഫണ്ട്, അതിൽ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞവരുണ്ട്. എന്തിന്? വാക്സിനേഷൻ ഞാൻ എടുക്കില്ല. ആരാ പറഞ്ഞതെന്നറിയോ? മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവ് പറഞ്ഞത് BJPയുടെ വാക്സിനാണ്, ഞാൻ അടിക്കൂല എന്ന് പറഞ്ഞു, പരസ്യമായി പറഞ്ഞു. കേസെടുത്തിട്ടില്ലല്ലോ. സീതാറാം യെച്ചൂരി ഇത് വേണ്ടത്ര പരീക്ഷണങ്ങൾ നടത്താതെ ഇറക്കിയ വാക്സിനാന്ന് പറഞ്ഞു. കേസെടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിർബന്ധമായും വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കാതിരുന്നത്? ആകെ ചെയ്തത് എന്താണ്? നിങ്ങൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ നിങ്ങളെ വിമാനത്തിൽ കയറ്റുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങളെ ചില എന്താ പറയാ VIP ഏരിയകളിൽ കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ നമ്മുടെ രാജ്യത്ത് നിർബന്ധിച്ച് എല്ലാവരും പോയി വാക്സിൻ എടുക്കണം എന്ന് പറയാൻ പറ്റൂല. കാരണം അത് ഇവിടെ നടക്കാത്ത കാര്യമാണ്. സ്വാതന്ത്ര്യമില്ല. അങ്ങനത്തെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ റിക്വസ്റ്റിനെ കഴിഞ്ഞ കാല ഫണ്ട് വിനിയോഗത്തിലുണ്ടായ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ, കോടതി കേസിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും ജനാധിപത്യപരമായി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ വയലേറ്റ് ചെയ്തു എന്നുള്ള സെക്ഷൻ നിൽക്കൂല. ഇത് റിക്വസ്റ്റ് ആണ്, ഓർഡർ അല്ല. അവിടെ ചില പാലിക്കേണ്ടതായ ചില കർശനമായ നടപടിക്രമങ്ങളുണ്ട്. അത് നിങ്ങൾ ലംഘിച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പോ മാസ്ക് ഇടണം എന്ന് പറഞ്ഞു, മാസ്ക് ഇടാണ്ട് പുറത്തിറങ്ങിയ ആൾക്കാരെ പേരിൽ പെറ്റി കേസ് എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ പുറത്ത് തുപ്പരുത് എന്ന് പറഞ്ഞു. കോവിഡ് കാലത്ത് പലരും അങ്ങനെ ചെയ്താൽ കേസെടുക്കും. വേസ്റ്റ് കൊണ്ട് പുറത്തിടരുത് എന്ന് പറഞ്ഞു, അതൊക്കെ കേസെടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇടപഴകരുത്, അത് ഹോട്ടലുകൾ തുറക്കരുത്, കടകമ്പോളങ്ങൾ തുറക്കുക, അതൊക്കെ ലംഘിച്ചാൽ കേസെടുക്കാം. ഇതല്ല, ഇതൊരു റിക്വസ്റ്റ് ആണ്. സർക്കാരിന്റെ പണം പിരിക്കാനുള്ള അധികാരം ഉപയോഗിച്ചിട്ട് അതിനെ ജനാധിപത്യപരമായ രീതിയിൽ വിമർശിച്ചാൽ അത് കേസാക്കാൻ സാധ്യമല്ല. എടുത്താൽ അതിന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എടുത്ത കേസുകൾക്കുണ്ടായ അനുഭവമേ ഉണ്ടാവുള്ളൂ. 42ാം ഭരണഘടനാ ഭേദഗതിയൊക്കെ പോയ രാജ്യമാണിത്. ഇപ്പോ BJPക്കെതിരെ അടിയന്തരാവസ്ഥ, ഈ BJPക്കെതിരെ ഭരണഘടന ലംഘിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി ശാസ്ത്രജ്ഞരെ വരെ വായ മൂടിക്കെട്ടാൻ നടക്കുന്നത്. കാണുമ്പോ ചിരി വരുന്നു എന്നല്ലാതെ ഒന്നും പറയാനില്ല.